തൃപ്പൂണിത്തുറയിലെ പടക്ക സംഭരണശാലയിലേക്ക് വെടിക്കെട്ട് സാമഗ്രികളുമായി എത്തിയ വാഹനമാണ് പൊട്ടിത്തെറിച്ചതെന്ന് ദൃക്സാക്ഷി സേതുമാധവൻ. സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ രണ്ടുപേർ തെറിച്ച് റോഡിന് അപ്പുറം വീണു. ഇവരാണ് മരിച്ചുപോയത്. ബോംബ് സ്ഫോടനത്തിൻ്റെ പ്രതീതിയായിരുന്നുവെന്നും പ്രദേശത്ത് റേഷൻ കട നടത്തുന്ന സേതുമാധവൻ 24നോട് തുറന്നു പറഞ്ഞു. ഇന്നലെ അവർ കാലത്തെ ഒരു 9:30 മണിയായപ്പോഴേക്കാണ് ഈ വാൻ വന്ന് കയറണത്. വന്ന് ഇതിൻ്റെ അകത്ത് കയറ്റുന്നത് ഒരു 10-12 പിള്ളേരും ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ആൾക്കാർ പോയി, ബാക്കി 4 വയസ്സന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. 2 ഡ്രൈവറും ഉണ്ടായിരുന്നു. ആ ഡ്രൈവറും ഒക്കെ നിന്നൊരു അരമണിക്കൂറോളം 10-10:15 ആകുമ്പോഴാണ് ഈ സ്ഫോടനം നടക്കുന്നത്. വേറെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി ആ ഷെഡിൽ ഇറക്കിയിട്ട് അവർ വൈകിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിരുന്നതാണ്. ചെറുപ്പക്കാരൊക്കെ അമ്പലത്തിലെ പിള്ളേര് പുറത്ത് 2 പേര് ടെറിച്ച് തീരുമ്പോൾ ഈ മതിലിന്റെ പറ്റൊക്കെ വന്നു. ഒരു വയസ്സായ ആള് ചോര കുളിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരുത്തൻ എണീറ്റിട്ട് ഞാൻ മരിക്കേ എന്നും പറഞ്ഞിട്ട് കിടന്ന് അലറി വിളിക്കണായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് പിടിക്കാനാണ്. ഞങ്ങളുടെ കടയിൽ, ആ റേഷൻ കടയിൽ ഒരു ഫാമിലി ഞങ്ങളും മാത്രമേ ഉള്ളൂ. നഷ്ടപരിഹാരത്തിനായി രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ എണ്ണം 285 ഉയർന്നു എന്ന് അറിയുന്നു. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഈ ചൂരക്കാട് ഉള്ളതിപ്പോൾ. വിനീത വിജി ചൂരക്കാട്ടിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. വിനീത, പറയൂ. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തീർച്ചയായും വലിയൊരു ദുരിതത്തിലൊക്കെ തന്നെയാണ് ആളുകളുള്ളത്. ഇപ്പോൾ KCB-യിലേക്ക് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവർക്ക് ഇനിയും വൈദ്യുതി ലഭ്യമായിട്ടില്ല. അത് നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ്, അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അല്പസമയം മുൻപാണ് ഇവിടെ ഒരു ദൃക്സാക്ഷിയുമായി നമ്മൾ സംസാരിച്ചിരുന്നത്. അദ്ദേഹം സേതുമാധവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇവിടെ സമീപം റേഷൻ കട നടത്തുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുകയാണെങ്കിൽ ഈ ഒരു വാഹനം, ഈ വാഹനത്തിലേക്കാണ് ഈ പടക്കം ഇവിടെ കൊണ്ടുവന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വാഹനമാണ് പൊട്ടിത്തെറിച്ചത്. ഈ വാഹനത്തിൽ നിന്നാണ് ഈ അഗ്നി ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സ്ഫോടനം ഉണ്ടായപ്പോൾ ഇതിനുള്ളിൽ നിന്ന് 2 പേർ പുറത്തേക്ക് തെറിച്ച് വീണതായി കണ്ടുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് രക്ഷിക്കാനൊന്നും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. തുടർച്ചയായി സ്ഫോടനം ഉണ്ടാകുന്നൊരു പശ്ചാത്തലം പോലെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങളുമൊക്കെയായി മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട്. ആ സ്ഫോടനത്തിൽ അദ്ദേഹത്തിനും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ചില്ല് പൊട്ടിത്തെറിച്ച് അദ്ദേഹത്തിന്റെ നെറ്റിക്ക് പരിക്കേറ്റിട്ടുള്ളതായും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ സമീപത്തുള്ള റേഷൻ കട നടത്തുന്ന ആളാണ്. ഈ വലിയ ശബ്ദവും ഈ തീഗോളം ഉയർന്നതൊക്കെ കണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. ഈ വാഹനത്തിൽ ആദ്യം കുറച്ചധികം ആളുകൾ ഉണ്ടായിരുന്നു, കുട്ടികൾ ഉൾപ്പെടെയാണ് ഉണ്ടായിരുന്നത്, മുതിർന്നവരുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ സാധനം ഇവിടേക്ക് എത്തിച്ചതിന് ശേഷം, ഈ പടക്കം ഇവിടേക്ക് എത്തിച്ചതിന് ശേഷം ചിലർ മടങ്ങിപ്പോയി. 4 പേർ ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നുള്ള 2 പേരായിരിക്കാം ഒരുപക്ഷെ ഈ പൊട്ടിത്തെറിയിൽ തെറിച്ചവർ പുറത്തേക്ക്, ഈ സ്ഫോടനത്തിൽ പുറത്തേക്ക് വീണിട്ടുണ്ടാവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ 2 പേർ പുറത്തേക്ക് വീണു. ഇവരാകാം മരണപ്പെട്ടിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അവർ രക്ഷയ്ക്കും മറ്റുമായി അവർ നിലവിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ വാഹനമാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ വാഹനം പൂർണ്ണമായും ഇങ്ങനെ കത്തിയമർന്നിട്ടുണ്ട്. അതിന് സമീപമായി മറ്റൊരു കാറും കിടക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് കൃത്യമായി അന്വേഷിക്കും. അതിനുശേഷമായിരിക്കും കൂടുതൽ സ്ഥിരീകരണങ്ങളിലേക്ക് അടക്കമുണ്ടാവുക. അദ്ദേഹം ഈ സ്ഥലത്തുണ്ടായിരുന്ന, ഈ സംഭവം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷിയാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും അല്പസമയത്തിനകം വിദഗ്ധ സംഘം ഇവിടെ എത്തി കൃത്യമായിട്ടുള്ള പരിശോധനകൾ കൂടി നടത്തുമെന്നാണ് അറിയുന്നത്. വിനീത, ഈ വാർത്തയിൽ ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. അശ്വിൻ പാലാഴി നമുക്കൊപ്പം നിമിഷങ്ങൾക്കകം ചേരുകയാണ്. ഈ ഫയർഫോഴ്സിന്റെ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയെന്ന് അശ്വിൻ പാലാഴി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. അശ്വിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വിൻ, പറയൂ. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധനകൾ ജില്ലാ ഫയർഫോഴ്സ് നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് ഫയർഫോഴ്സ് കണ്ടെത്തിയത്. അനുമതിയില്ലായിരുന്നുവെന്നും സുരക്ഷിതത്വമില്ലാതെയാണ് വെടിമരുന്നും മറ്റ് സാമഗ്രികളും കൈകാര്യം ചെയ്തതെന്നും ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. ഒപ്പം ഈ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ, അതായത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിതമായി അവരെ അടിച്ചേൽപ്പിക്കാൻ ഒരു വിഭാഗം ശ്രമിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതായത് ക്ഷേത്രം കമ്മിറ്റിക്കാർ ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂട്ടുനിന്നു എന്നുകൂടി പറയാതെ പറയുന്നതാണ് ഈ റിപ്പോർട്ട്. എന്തായാലും ഈ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. 1884 വകുപ്പ് എക്സ്പ്ലോസീവ് ആക്ട് 1884 പ്രകാരം നടപടികൾ കർശനമാക്കണമെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശം. അതായത് ഈ വകുപ്പ് ഏതൊക്കെ ശിക്ഷകളുണ്ടോ അതെല്ലാം ഇതിൽ കുറ്റക്കാരായവർക്കെതിരെ ചുമത്തണമെന്നുകൂടി ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കെ പത്മകുമാറാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പഠനം നടത്തിയ ശേഷം മുഖ്യമന്ത്രിക്ക് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇതിൽ എന്ത് തീരുമാനമെടുക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. കാരണം ഇത്രത്തോളം ഗുരുതരമായൊരു സംഭവം ഉണ്ടായതിനു ശേഷം നൽകുന്ന ആദ്യ റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്.
ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് ഫയർഫോഴ്സ് നടത്തിയിരിക്കുന്ന റിപ്പോർട്ട്. നിയമവിരുദ്ധമായി വെടിമരുന്ന് സൂക്ഷിച്ചതായും സുരക്ഷിതത്വമില്ലാതെ കൈകാര്യം ചെയ്തതായും ഈ റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും ഈ തൃപ്പൂണിത്തുറയിൽ നടന്ന ഈ സ്ഫോടനം ശരിക്കും അക്ഷരാർത്ഥത്തിൽ ആൾക്കാരെ ഞെട്ടിച്ചിരിക്കുകയാണ്. താങ്ക് യു വിനിത വിജി ആൻഡ് താങ്ക് യു അശ്വിൻ പാലാഴി.